പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടി വചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം അനുവദിച്ച വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ ആദ്യമേ തന്നെ സ്തുതിക്കട്ടെ. വളരെ ഗുരുതരമായ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് തൻ്റെ രോഗശയുടെ മൂർധന്യാവസ്ഥയിൽ ഞാൻ സന്ദർശിച്ച സമയത്ത് എന്നോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് ഞാനൊരു വചനം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആ വചനം ചൊല്ലി അദ്ദേഹം തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന രോഗാവസ്ഥയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് പതിയെ ദൈവം വിടുതൽ നൽകുവാനായിട്ട് തുടങ്ങി. ഇന്ന് ആ സഹോദരൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിച്ച് കർത്താവിന് സ്തോത്രം അർപ്പിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നു. ആ ഒരു വചനം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, ജീവിതത്തിൽ നിങ്ങൾ ഗുരുതരമായ രോഗാവസ്ഥയിലാണോ കഴിയുന്നത്? നിങ്ങളുടെ മക്കളോ നിങ്ങളുമായിട്ട് അടുത്ത് പരിചയമുള്ളവരോ ഗുരുതരമായിട്ടുള്ളതായ രോഗങ്ങൾക്ക് അടിപ്പെട്ട് ജീവിതത്തിൽ ഇനി സൗഖ്യമില്ല എന്ന് കരുതി മുമ്പോട്ട് പോകുന്നവരാണോ? രോഗം കൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ കർത്താവിൻ്റെ വചനം നിങ്ങൾക്കുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ജനങ്ങളെ, കർത്താവിൻ്റെ വചനം അഗ്നിയാണ്. ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ്. അത് ലോകത്തിൻ്റെ എല്ലായിടത്തും എത്തപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് എത്തുവാൻ തക്കവണ്ണം നിങ്ങളിത് അനേകരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ വചനത്തിന് ദാഹിച്ച് ഈ വചനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന